എന്താണ് മരണം? ഈ റിയാക്ഷൻസ് എവിടെ വെച്ച് ഹോൾട്ടഡ് ആവുന്നു, അല്ലെങ്കിൽ നിന്ന് പോകുന്നു, അതിനെ നമ്മൾ മരണം എന്ന് പറയും. ചെയിൻ ഓഫ് റിയാക്ഷൻസ് നിന്ന് പോകുന്നു. അപ്പം ഈ നിന്ന് പോകുന്ന തന്നെ ഒരു 4 തരം മരണം, അല്ലെ 4 തരം മരണ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ചിലപ്പോൾ നമ്മൾ പത്രങ്ങളിലൊക്കെ പറയാറുണ്ട്, ഹൃദയാഘാതം ഉണ്ടായി. ഹൃദയാഘാതം എന്ന് പറയുന്നതും ഹൃദയസ്തംഭനം എന്ന് പറയുന്നതും രണ്ടാണ് യഥാർത്ഥത്തിൽ. ഹൃദയാഘാതം എന്ന് പറയുന്നത് നമ്മളെ ഹൃദയത്തിലേക്കുള്ള രക്തം കൊണ്ടുവരുന്ന കുഴലുകളിൽ ഉണ്ടാകുന്ന ഒരു ബ്ലോക്ക്, അല്ലെങ്കിൽ പെട്ടെന്നൊരു എന്തെങ്കിലുമുള്ള ഒരു പ്രശ്നം. ഇത് കാരണം ഹൃദയത്തിലേക്ക് ഫുള്ളി രക്തം എത്തുന്നുണ്ടാവുന്നില്ല, പക്ഷേ ഹൃദയം അപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടാവും. ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഹാർട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ, പക്ഷേ അത് കംപ്ലീറ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വിറയലും വിയർക്കുക, ചിലപ്പം ബോധം കെട്ട് വീഴുക, അങ്ങനെയൊക്കെയുള്ള സാധനമുണ്ട്. ഒരു ഹാർട്ട് അറ്റാക്ക് വേണമെങ്കിൽ ഒരു അറസ്റ്റിലേക്ക്, കാർഡിയാക് അറസ്റ്റിലേക്ക് നയിക്കാം. കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയസ്തംഭനം എന്ന് പറയും. ഹൃദയം സ്തംഭിച്ചു. ഹൃദയം സ്തംഭിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ കെയർ ഇല്ലെന്നുണ്ടെങ്കിൽ ഈവൻ മിനിറ്റുകൾക്കുള്ളിൽ ആളുകൾ പിന്നെ എല്ലാം പോകും. ഇതാണ് കാർഡിയാക് അറസ്റ്റും ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു അറ്റാക്കാണ്, മറ്റേത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഡെത്ത്. ഇനി വേറെ രണ്ട് മരണമുണ്ട്. ഒന്ന് ബ്രെയിൻ ഡെത്ത് എന്ന് പറയും, അതുപോലെ തന്നെ സെറിബ്രൽ ഡെത്ത് എന്ന് പറയും. പിന്നെ വേറെ ഒരു മരണമുണ്ട്, ക്ലിനിക്കൽ ഡെത്ത്. ക്ലിനിക്കൽ ഡെത്ത് തന്നെ എടുക്കുക ആദ്യം. ക്ലിനിക്കൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലിനിക്കൽ ഡെത്താണ്. അമേരിക്കയിലും ആയാലും ഇപ്പോൾ ഇന്ത്യയിലായാലും എങ്ങനെയാണ് ഒരാൾ മരിച്ചു എന്ന് വെക്കുക, അത് ക്ലിനിക്കൽ ഡെത്താണ്. ക്ലിനിക്കൽ ഡെത്തിൽ ബേസിക്കലി പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് സർക്കുലേഷൻ ഓഫ് ബ്ലഡ്, അതുപോലെ തന്നെ വെന്റിലേഷൻ. സർക്കുലേഷൻ ആൻഡ് വെന്റിലേഷൻ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ക്ലിനിക്കൽ ഡെത്താണ്. പക്ഷേ നമുക്ക് ഇന്ന് ഈ ശ്വാസകോശവും ഹൃദയവും നമുക്ക് ഹാർട്ട് ലങ് മെഷീൻ വെച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയും, വെന്റിലേറ്ററിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും. പക്ഷേ ക്ലിനിക്കലി ഡെത്താണ്. രക്തം മേലോട്ട് ചെന്നില്ല, എന്താ സംഭവിക്കുക? നിങ്ങളുടെ ബ്രെയിനിലേക്കൊരു അറൗണ്ട് ഒരു 5, 6, 7 സെക്കൻഡ് വരെയൊക്കെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രെയിനിലെ സെല്ല് നിൽക്കും. മാക്സിമം ഒരു 30 സെക്കൻഡ്. അതിനുള്ളിൽ ഈ ബ്ലഡ് ചെന്നില്ലെന്നുണ്ടെങ്കിൽ ബ്രെയിൻ മരിക്കും. 2 ബ്രെയിൻ ഉണ്ട്. ഒന്ന് നിങ്ങളുടെ കോട്ടക്സ്, അതായത് പുതിയ മനുഷ്യൻ്റെയൊക്കെ പ്രത്യേകതയായിട്ടുള്ള കോട്ടക്സ്, മേളിയിരിക്കുന്ന സാധനം, ഫ്രണ്ടൽ കോട്ടക്സ് ഒക്കെ ഉൾപ്പെടെയുള്ള സാധനം. അതിനുള്ളിൽ നമ്മൾ ഈ ഐസിൻ്റെ ഈർക്കിൽ പോലെ ഒരു സാധനമുണ്ട്, അതിനാണ് സ്റ്റെം എന്ന് പറയുന്നത്. സ്റ്റെം, അതുപോലെ തന്നെ പഴയ ബ്രെയിൻ ഉണ്ട്, മിഡ് ബ്രെയിന്, മെഡുല, അങ്ങനെയൊക്കെയുള്ള സാധനം. ഈ സാധനത്തിലാണ് നമ്മുടെ ചോദനകൾ, നമ്മുടെ വിശപ്പ്, ദേഷ്യം, സെക്സ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയാണ്. ഭയം, ഇത് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ബോഡി മൂവ്മെൻറ്റ്സ്, ഫങ്ഷൻസ് എല്ലാം നിയന്ത്രിക്കുന്നതാണ്. ഇതാണ് നിങ്ങളുടെ അവസാനത്തെ കുറ്റി എന്ന് പറയാം. ഈ ജീവൻ്റെയൊക്കെ ഒരു കുറ്റിയാണ് നിങ്ങളുടെ സ്റ്റെം. അവസാന ജീവൻ്റെ തുടുപ്പിൽ പാമ്പിൻ്റെ ജീവൻ വാലിൽ നിന്ന് ഇങ്ങനെ തുടിക്കുന്നു പറയുന്നത് നമ്മുടെ അവസാനത്തെ സാധനം എല്ലാം നിൽക്കുന്നത് ഈ സ്റ്റെമ്മിലാണ്, അതിൻ്റെ മുകളിലുള്ള കോട്ടക്സ്. ഈ കോട്ടക്സ് മാത്രം നശിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സെറിബ്രൽ ഡെത്ത് എന്നാണ് പറയുന്നത്. കോട്ടക്സും സ്റ്റെമ്മും കൂടെ മൊത്തം പോകുമ്പോഴാണ് നമ്മൾ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ ഡെത്ത് എന്ന് പറയുന്നത് സർക്കുലേഷൻ പ്ലസ് വെന്റിലേഷൻ. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ദെൻ കാർഡിയാക് അറസ്റ്റ്. ഈ 5 സാധനങ്ങളുണ്ട്. ഇനി ക്ലിനിക്കൽ ഡെത്തും ബ്രെയിൻ ഡെത്തും തമ്മിലുള്ള വ്യത്യാസമാണ്. ക്ലിനിക്കൽ ഡെത്തുള്ള പല ആൾക്കാർ ഈ ആഫ്റ്റർ ലൈഫ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്ന ഭയങ്കര ഉടായ്പ വാർത്തകളൊക്കെ പേപ്പറിൽ വരുന്നത്, അത് ഇത്രയേ ഉള്ളൂ. ക്ലിനിക്കലി ഡെത്ത് ആയിരിക്കും, പക്ഷേ ബ്രെയിൻ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കും. ബ്രെയിൻ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവങ്ങളുണ്ടാവും, കാഴ്ചകളുണ്ടാവും. കാഴ്ചകളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓക്സിപിറ്റൽ ലോബിൽ ഇമേജസ് വെച്ച് ഇങ്ങനെ കാഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ക്ലിനിക്കൽ ഡെത്തുള്ള ഒരാൾക്ക് ഇപ്പോഴും നിങ്ങൾ അതിൻ്റെ ഒരു സ്കാൻ എടുക്കുമ്പോൾ അതിനകത്ത് രക്തം ചെല്ലുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ കാണുന്നത്. മറ്റതിൽ അവിടെ ബ്ലാങ്ക് ആയിട്ട് മാറും. Somatic or clinical death is a reversible cessation of vital functions of the brain, heart and lungs. Life ceases in the body but persists in component parts, the tissues and cells. 2 തരം മരണങ്ങൾ വേറൊരു രീതിയിലും പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ ബോഡി മൊത്തം പോവുക, യു ഡൈ. മറ്റൊന്ന്, നിങ്ങൾ മരിക്കുമ്പോഴും നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ മോളിക്യൂൾസും മരിക്കുന്നില്ല. അത് മോളിക്കുലാർ ഡെത്ത് എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ബോഡി ഐറ്റംസ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളുടെ കണ്ണ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ത്വക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്, കരൾ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ മരിച്ചിട്ടും അതിൻ്റെ കോശങ്ങൾ മരിച്ചില്ല എന്നാണ് അർത്ഥം. അപ്പം മരണം ഏകകാലികമായിട്ട് നടക്കുന്ന ഒരു സാധനമല്ല. ഈ സോഡാക്കുപ്പി പൊട്ടുന്നോണം ഠോ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സംഭവമല്ല. അതൊരു വലിയ ലോങ് പ്രോസസ്സാണ്. പക്ഷേ പ്രധാനപ്പെട്ട അവയവങ്ങൾ ഈ ലങ്സും ഹാർട്ടും, അത് രണ്ടും പോകുമ്പോഴത്തേക്ക് പിന്നെ ബ്ലഡ് ഇവിടെ കെട്ടാതെ വരും, ബ്രെയിൻ പോകും. പക്ഷേ നിങ്ങൾ മരിച്ചു എന്ന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എല്ലാ ഭാഗങ്ങളും മരിക്കുന്നില്ല, ഒരേപോലെ മരിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനാണ് മോളിക്കുലാർ ഡെത്ത് എന്ന് പറയുന്നത്, or biological death. Molecular death occurs at varying intervals after somatic death. ഒരാൾ മരിച്ചു കഴിഞ്ഞാലും നെർവസ് ടിഷ്യൂസ് എബൌട്ട് ആഫ്റ്റർ 5 minutes കഴിഞ്ഞേ പോകുന്നുള്ളൂ. തലച്ചോറിലെ പല കോശങ്ങളും 5 minutes ഒന്നും നിൽക്കില്ല, ഏതാനും സെക്കൻഡുകൾ മാത്രമേ നിൽക്കുള്ളൂ. ലിവർ 15 minutes നിൽക്കും,
ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. 15 മിനിറ്റാണ്. ഹാർട്ട് 45 മിനിറ്റ്, കിഡ്നി 1 മണിക്കൂർ, മസിൽസ് 3 മണിക്കൂർ, കോർണിയ 6 മണിക്കൂർ. കണ്ണ് ദാനം ചെയ്യുന്നതിൻ്റെ നമ്മൾ കോർണിയ കൊടുക്കുന്നത് 6 മണിക്കൂറാണ് സാധാരണ ഇതിൽ പറയുന്നത്. ബ്ലഡ് അതുപോലെ തന്നെ 6 മണിക്കൂർ.